പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത ടെലഗ്രാം ഗ്രൂപ്പുകൾ വിൽപ്പന നടത്തിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പോലീസ്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കാത്തത് പോലീസിന് തലവേദനയാവുകയാണ്. ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യുവാക്കൾക്കടക്കം വലിയ സാമ്പത്തികം വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ ടെലഗ്രാം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ വാങ്ങിയവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിനിയുടെ പരാതിയിൽ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെ ഇന്നലെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പന നടത്തുന്നതാണ് നിതിന്റെ രീതി. ഇരകളായവരിൽ കൂടുതലും പ്രതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. നിലവിൽ 8 യുവതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പരാതി നൽകിയത്. ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ അറസ്റ്റിലായ പ്രതി പ്രാഥമിക ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത സാഹചര്യവുമുണ്ട്. കൂടുതൽ സൈബർ വിദഗ്ധരെ സംഘത്തിൽ ഉൾക്കൊള്ളിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇനി പോലീസിന്റെ നീക്കം. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നു. സംസ്ഥാനത്ത് ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പണം വാഗ്ദാനം ചെയ്താണ് പല ഗ്രൂപ്പുകളുടെയും പ്രവർത്തനം. ഇത്തരത്തിൽ ബന്ധുക്കളുടെ അടക്കം ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പലരും വിൽപ്പന നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇത്തരം ഗ്രൂപ്പുകൾ കണ്ടെത്തി അഡ്മിന്മാരെ കണ്ടെത്താനാണ് നീക്കം. ഇത്തരം ദൃശ്യങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.